ഇന്നത്തെ ഞങ്ങളുടെ വർക്ക് വന്നിട്ട് ഈ വീട്ടിലാട്ടോ ഒറ്റപ്പാലാണ് വരുന്നത്. നിലവിൽ നമ്മളിവിടെ 7 ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ക്യാമറ കൂടി വെക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. പക്ഷേ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ് വലിക്കാനുള്ള യാതൊരു സംവിധാനവും ഇല്ല. കാരണം സീലിങ്ങിൻ്റെ വർക്ക്, ജിപ്സിൻ്റെ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് വയറ് വലിക്കാതെ കിച്ചണിൽ ഒരു ക്യാമറ ഫിറ്റ് ചെയ്യാന്ന് വെച്ചിട്ട് നമ്മളെ വിളിച്ചത്. അങ്ങനെയാണ് നമ്മൾ ഈ ടാപ്പോൻ്റെ ക്യാമറ സജസ്റ്റ് ചെയ്തത്. കസ്റ്റമറുടെ മെയിൻ ആവശ്യം എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്പിൽ കാണും വേണം, അതുപോലെ തന്നെ ടി വിയിലും കാണണം എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ ഈ ടാപ്പോൻ്റെ ക്യാമറ വാങ്ങിയത്. ഇത് റൊട്ടേറ്റബിൾ ക്യാമറ ആയിട്ടാണ്, നമുക്ക് എങ്ങോട്ട് വാങ്ങിച്ചാലും റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ കാണുന്നുണ്ട് 7 ക്യാമറ. ഇതിൽ 8ാമത്തെ ക്യാമറ ആണ് ബ്ലാങ്ക് ആയിട്ടുള്ള. അവിടെ നമ്മളിപ്പോൾ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. അങ്ങനെ ക്യാമറൻ്റെ ഇൻസ്റ്റാളേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ടി വിയിൽ എങ്ങനെയാണ് കാണുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഇപ്പോൾ ടി വിയിൽ നോക്കുമ്പോൾ കണ്ടോ 8 ക്യാമറ. ഇതാ 8ാമത്തെ ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടോ. ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യാട്ടെ. ഡി വി ആറിൽ തന്നെ കണ്ടോ, ജസ്റ്റ് പൊക്കുമ്പോൾ കണ്ടോ മേപ്പോട്ടൊക്കെ പോകുന്നുണ്ട്. സൈഡിലേക്ക് എല്ലാ സൈഡും റൊട്ടേറ്റ് ആവുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് മൗസ് ഉപയോഗിച്ച് ടി വിയിൽ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമുക്കിത് മൊബൈലിൽ എങ്ങനെ കാണുന്നത് ജസ്റ്റ് നോക്കിയാലോ. മൊബൈലിലെ ആപ്പിൽ ഈ ഒരു രീതിയിലാട്ടോ ക്യാമറ കാണുന്നത്. ഞാൻ എങ്ങോട്ട് അനങ്ങുമ്പോഴും ക്യാമറ എന്നെ തന്നെ ഫോക്കസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ആവുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങളുടെ വീട്ടിലിപ്പോൾ ഒരു 4 ചാനൽ ഡി വി ആർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു 5ാമതൊരു ക്യാമറ വൈഫൈ ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് മൊബൈൽ വഴി കൺട്രോൾ ചെയ്യാനും പറ്റും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അടിയിൽ നമ്പർ കൊടുക്കുന്നുണ്ട്.